ഭരണകൂടവും ദേവസ്വം ബോർഡും ജുഡീഷ്യറിയും എല്ലാവരും ചേർന്നുള്ള വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് കടന്നു പോകുന്നത്. അതിൽ ആദ്യമേ തന്നെ മാധ്യമപ്രവർത്തകർ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമുക്ക് 29 ദിവസം പൂർത്തിയാകുമ്പോൾ ഏതാണ്ടല്ല കൃത്യകണക്കാണ് 22,67,956 പേർ 22,67,956 22,67,956 പേർ ആണ് ഇന്നലെ വരെ വന്നത്. ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത് 18,16,913 18,16,913 പേരായിരുന്നു ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത്. ഇത്തവണ 4,51,043 പേർ അധികമായി എത്തി. 4,51,043 പേർ അധികമായിട്ട് ഇത്തവണ ആളുകൾ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അധികമായി. ഇനി വരുമാനത്തിൻ്റെ കാര്യം, ഈ വർഷത്തെ 29 ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ വന്നിട്ടുള്ള വരുമാനം 169,89,204 163 89 20 204, അതായത് 163,89,20,204. ഇതേ സമയം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം 141,12,97,723 ആയിരുന്നു. 141,12,97,723 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി 22,76,22,481 കോടി രൂപയുടെ അധിക വരുമാനമാണ്. 22, 76, 22, 481 22 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇപ്രാവശ്യം ഉള്ളത്. അരവണയുടെ വിറ്റുവരവ്, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായി മാറുന്നത്. അരവണയുടെ വിറ്റുവരവ് 82 കോടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് 17 കോടി രൂപയുടെ അധിക വരുമാനമാണ്. 17 കോടിയുടെ അധിക വരുമാനം ഇപ്രാവശ്യത്തെ അരവണയുടെ വിറ്റുവരവ് റിലീസ് അതിൻ്റെ തന്നേക്കാം. 82 കോടിയാണ് ഇപ്രാവശ്യത്തെ. 82 കോടി 67 ലക്ഷം. കഴിഞ്ഞ വർഷം ഇത് 65 കോടിയായിരുന്നു. ഏതാണ്ട് 17 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനമായും ഇതിൻ്റെ കണക്ക് കാര്യങ്ങളായി പറയാനുള്ളത്. പിന്നെ 25-ാം തീയതിയാണ് തങ്കഅങ്കി ഇവിടെ എത്തിച്ചേരുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഇവിടെ എത്തിച്ചേരും. 22-ന് രാവിലെ 6 മണിക്ക് ആറന്മുളയിൽ നിന്നും പുറപ്പെടും. 25-ന് വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത്. തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന അന്ന് വൈകുന്നേരം 6:30 നടക്കും. പിന്നെ നമ്മുടെ ജീവനക്കാരും പോലീസുമായി ചേർന്ന് നടക്കുന്ന കർപ്പൂരാഴിയുണ്ട്. അത് 23-നും 24-നും ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സമയത്തൊക്കെ അരവണ നിയന്ത്രിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലല്ലോ. യഥേഷ്ടം നമ്മൾ കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരുക്കിയ മുന്നൊരുക്കത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഒരു മുന്നൊരുക്കവും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ദർശനത്തിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ സംഭാവന, ക്രൗഡ് മാനേജ്മെൻറ്റ്, അതിൽ പോലീസിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. അവർ വളരെ നന്നായി ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിലൊരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതിൽ 18-ാം പടിയിൽ നിൽക്കുന്ന അവരുടെ ഡ്യൂട്ടി സമയം ഇന്നലെ ADGP പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ ADGP അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ എത്തുന്ന ഒരു ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ചില പ്രോട്ടോക്കോൾ ക്രമീകരണങ്ങൾ നമുക്ക് നടപ്പാക്കേണ്ടി വരും. അത് സ്വാഭാവികമല്ലേ. ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാർ വരുന്നുണ്ട്, ഹൈക്കോടതിയുടെ ജഡ്ജിമാർ വരുന്നുണ്ട്, മന്ത്രിമാർ വരുന്നുണ്ട്, MLA മാർ വരുന്നുണ്ട്, രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ, അങ്ങനെ ഒരുപാട് പേര് വരും. ഇന്ത്യയിലെ മറ്റ് അമ്പലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ ഇവിടെയും വേണ്ടി വരും. പക്ഷെ അത് ഒരു ഭക്തജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും.